ആർട്ടിസ്റ്റിക് ഗാർഡൻ ഉണ്ട്. ആർട്ടിസ്റ്റിക് ഗാർഡനിൽ ഒരുപാട് ബിംബങ്ങൾ പോലെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള രൂപങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കൊത്തി വെച്ചിരിക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിനൊരു ഓരോ ഗാർഡൻസിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് എന്താണെന്നുള്ളതിനെ കുറിച്ച് അവർ സൈഡിൽ ഒരു ബോർഡ് വെച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പണ്ട് കാലത്തെ നമ്മുടെ നാട്ടിൻപുറത്തിന്റെ ഒരു ഓർമ്മയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ട്രഡീഷണലി ആയിട്ടുള്ള വീടാണ്. എന്ത് മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ. പാം ട്രീസ്, പാമിന്റെ ഇലകളൊക്കെ കൊണ്ടുള്ള ഓല മേഞ്ഞ വീട്. അപ്പോൾ ഇതൊക്കെ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന സംഭവങ്ങൾ അവർ ഇപ്പോഴും മെമ്മറിയിൽ നമുക്ക് കാണുമ്പോൾ അതൊരു ഓർമ്മകൾ പുതുക്കാൻ വേണ്ടിയിട്ട് നൊസ്റ്റാൾജിക് മൊമെന്റ്സ് ആൻഡ് എന്താ പറയുക മെമ്മറീസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന സൂപ്പർ ആയിട്ടുണ്ട്. പാർക്കിന്റെ ഫൗണ്ടൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെ കളിക്കാൻ ഒരു കുട്ടികളുടെ ഏരിയ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അടിപൊളി ബോട്ട് സെറ്റിംഗ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ആ ബോട്ടിൽ ഒന്ന് കയറി നോക്കട്ടെ എന്താണ് ഇവിടെ ഉള്ളതെന്നുള്ളത്. കുറെ കുട്ടികളൊക്കെ ഇവിടെ കയറി കളിക്കുന്നുണ്ടായിരുന്നു. സെറ്റാണ് കേട്ടോ, ബോട്ട് അടിപൊളിയാണ്. പലക കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോട്ടാണ് കേട്ടോ. പണ്ട് നാട്ടില് വള്ളം എന്നൊക്കെ പറയില്ലേ, നമ്മുടെ വള്ളം, ആ പലക കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബോട്ടാണ്. ഇത് മൂവ് ചെയ്യുന്നൊന്നും തോന്നണില്ല. അപ്പൊ ഫുൾ പലക കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. പണ്ടത്തെ നാട്ടിലെ വള്ളം എന്നൊക്കെ പറയും. ഓക്കെ, അടിപൊളി സെറ്റപ്പാണ്. ബോട്ടിന്റെ തുഴയൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. വെറുതെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല അടിപൊളി സെറ്റപ്പാണ്. ഇവിടെ അധികം ആൾക്കാരില്ല. ഇപ്പോഴത്തെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡേ ആണ്, ഒത്തിരി ആൾക്കാർ വരുന്ന ഒരു സമയമാണ്. പക്ഷെ ഇവിടെ ആൾക്കാർ ഇന്ന് കുറവാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒക്കെ കൊണ്ടാണോന്നും അറിയില്ല. എന്തായാലും തിരക്ക് കുറവാണ് പൊതുവെ. ഇവിടെ കാണേണ്ട ഒരു സ്ഥലമാണ്, ആരും മിസ് ചെയ്യരുത് കേട്ടോ, ഡോണ്ട് മിസ് ഇറ്റ്. അപ്പൊ ഖലീഫ പാർക്കിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഒരുപാട് കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഇത് ഖലീഫ പാർക്കിന്റെ എൻട്രൻസ് ആണ്. അപ്പൊ നമ്മൾ ഇറങ്ങുന്ന ഒരു വഴിയാണ് ഈ കാണുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആണ് നൈറ്റ്. പകൽ എത്രത്തോളം മനോഹരമാണോ അതിനേക്കാൾ ഇരട്ടിയാണ് ഈവനിങ്. ഓക്കെ, അപ്പൊ അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ.